ഹലോ, ഇന്ന് ചായക്കൊപ്പം കടിക്കാനായിട്ട് പാവയ്ക്ക കൊണ്ടൊരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ആ പാവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതും ഒരുപാട് കട്ടി കൂടിയല്ല, ഒരു തിൻ സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഉള്ളിലുള്ളതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഉള്ളിലുള്ളതൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ വേണം നമുക്ക് മാവിലിട്ട് മുക്കിയെടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മാവെന്ന് പറയുന്നത് കടലമാവാണ്. അപ്പോൾ ആവശ്യത്തിന് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി, ഓരോരുത്തരുടെ എരിവൊക്കെ അനുസരിച്ച് ഇഷ്ടമുള്ള മുളക് പൊടി എടുക്കാം. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മാവ് റെഡിയായി കിട്ടും. ഈ ഒരു പരുവത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് എല്ലാ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈക്ക് കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു തട്ടിക്കൂട്ടി ഈവനിങ് സ്നാക്സൊക്കെ ഒപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടി ഒരു ഈവനിങ് സ്നാക്സ് ആയിരുന്നു ഇത്. പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ ആയിരുന്നു. അങ്ങനെ ഒരു സൈഡ് മുരിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡ് ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ചായക്കൊപ്പം കടിയായിട്ട് നമുക്ക് ഈ ഒരു പാവയ്ക്ക ബജി ട്രൈ ചെയ്യാം. അത്രയും നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചോക്കേ.